റോമൻ റെയിൻസിന്റെ വില്ലത്തരം നമ്മൾ കണ്ടു, ജോൺ സീനയുടെ ഹീൽ ടേൺ നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കോഡി റോഡ്സിന്റെ കൊല്ലി വില്ലൻ. കൊലകൊല്ലി ആയിരിക്കുമോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ കോഡി റോഡ്സിന്റെ ഹീൽ ടേൺ ഉടനെ തന്നെ നടക്കാനുള്ള എല്ലാവിധ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരുപാട് സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഡി എങ്ങനെയായിരിക്കും വില്ലൻ ആവാൻ വേണ്ടി പോകുന്നത്, കോഡി റോഡ്സിന്റെ എന്തൊക്കെ സൂചനകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. കോഡി റോഡ്സ് റസൽമേനിയയിൽ തിരിച്ചു വന്നതിന് ശേഷം WWE ഏറ്റവും വലിയ ബേബി ഫേസ് ആയിട്ട്, അതായത് ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് WWE കാണുന്നത് കോഡി റോഡ്സിനെ തന്നെയാണ്. എല്ലായിടത്തും പരസ്യം ചെയ്യുന്നത് കോഡി റോഡ്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലേക്ക് വന്ന സമയത്ത് അതിൽ ഫേസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നതും കോഡി റോഡ്സിന്റെ മുഖം തന്നെയായിരുന്നു. അമേരിക്കൻ നൈറ്റ്മെയർ എന്ന് പറഞ്ഞിട്ട് ഫാൻസിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സിന് ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായിട്ട് കോഡി റോഡ്സ് ചെറിയ ചെറിയ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം ക്യാരക്ടർ മാറ്റാൻ വേണ്ടി പോവുകയാണ്, ഫേസിൽ നിന്നും ഹീലിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്, അതായത് വില്ലനായി മാറാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതെല്ലാം തന്നെ. എന്തിന്, കോഡി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ വരെ പറഞ്ഞിട്ടുണ്ട്, ഫാൻസിന്റെ അടുത്ത് ചിരിച്ചു നിന്ന്, ഫാൻസിന്റെ ഒരു പെറ്റായിട്ട് നിന്ന് തനിക്ക് മടുത്തിട്ടുണ്ട്, തനിക്കൊരു വില്ലനായിട്ട് അല്ലെങ്കിൽ തന്റെ ക്യാരക്ടർ തനിക്കൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാം എന്നുള്ളത് കോഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എന്തൊക്കെ സൂചനകളാണ് ഉള്ളത് എന്നുള്ളത് അറിയുന്നതിന് മുൻപും, കോഡി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് അറിയുന്നതിന് മുൻപും, ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിലായിരുന്നു സമ്മർ സ്ലാമിലേക്ക് വേണ്ടിയിട്ട് കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ് WWE ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നത് ആ ഒരു സെഗ്മെന്റ് തന്നെയായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ കോഡി റോഡ്സ് എത്തി, കോഡിയായിരുന്നു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഡി അവിടെ എത്തി ആദ്യം തന്നെ ഒപ്പിട്ടു. എന്നിട്ട് കഴിഞ്ഞിട്ട് ജോൺ സീനയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. സീന വന്നതിന് ശേഷം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന ഹീൽ സീനയിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ജോൺ സീന അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സീന വന്നുകൊണ്ട് ഫാൻസിനോട് എല്ലാവരോടും സോറി പറയുകയുണ്ടായി. അതായത് ഭയങ്കര റിയൽ ആയിട്ടായിരുന്നു ജോൺ സീന അവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ക്യാരക്ടറിൽ നിന്നിട്ട് പെരുമാറിയതാണ് എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഫാൻസിന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ മൂവിയുടെ ഷൂട്ടിംഗ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിന് അറിയാം ഈ ഒരു കാര്യം, നെറ്റ്ഫ്ലിക്സിലാണ് ആ ഒരു മൂവി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സമ്മർ സ്ലാമിൽ പങ്കെടുക്കാൻ കഴിയില്ല, 2025 സമ്മർ സ്ലാമിൽ താൻ ഉണ്ടാകില്ല എന്നുള്ളത് ജോൺ സീന പറഞ്ഞ് സോറി കോഡി, സോറി ഫാൻസ് എന്നെല്ലാം തന്നെ പറഞ്ഞ് സീന അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാലങ്ങളായിട്ട് കാത്തിരുന്ന് കോഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് ജോൺ സീന കാരണം ഇല്ലാതായി പോവുകയാണ് എന്നുള്ളത് കോഡിക്ക് മനസ്സിലായ ആ ഒരു സമയത്ത് കോഡി ഉടനെ തന്നെ ഓടിച്ചെന്ന് ജോൺ സീനയെ എൻട്രൻസ് ഏരിയയിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. സീനയുടെ മോന്തക്കെട്ട് നല്ല ഇടിയിടിക്കുന്നു, സീനയെ ആപ്രോണിന്റെ മുകളിലേക്ക് ഇടിപ്പിക്കുന്നു. സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് എറിയാൻ നിന്നപ്പോഴേക്കും സീന തിരിച്ച് കോഡിയെ എടുത്തെറിയുന്നു. സീന തന്റെ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് അടിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നു. പക്ഷെ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് അടിക്കാൻ കഴിയുന്നില്ല, അത് മിസ്സായി പോകുന്നു. കോഡിയുടെ കയ്യിലേക്ക് ചാമ്പ്യൻഷിപ്പ് എത്തുന്നു. കോഡി അതാ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് സീനയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് സീനയെ ഒരു ടേബിളിന്റെ മുകളിൽ കിടത്തി ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും സീനയുടെ മുകളിലേക്ക് ചാടുന്നു. എന്നിട്ട് ഒരു പക്കാ വില്ലനെ പോലെ ചിരിച്ചുകൊണ്ട് സീനയുടെ കൈ ഉപയോഗിച്ച് ആ ഒരു കോൺട്രാക്റ്റിൽ സീനയെ കൊണ്ട് തന്നെ സൈൻ ചെയ്യിപ്പിക്കുന്നു കോഡി റോഡ്സ്. നമ്മൾ തമ്മിലുള്ള മാച്ച് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. സമ്മർ സ്ലാമിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മാച്ച് ആയിരിക്കും നടക്കുക സീന എന്നായിരുന്നു കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു ലെവലിലുള്ള കോഡി റോഡ്സിനെ നമ്മൾ ഇതിന് മുൻപേ കണ്ടിട്ടില്ല. ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള കോഡി റോഡ്സ് ഇതിന് മുമ്പ് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനെ കോഡി ആയതിന്റെ ഏറ്റവും പ്രധാന കാരണം അദ്ദേഹം ഹീൽ ക്യാരക്ടർ ആകാനുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ എന്ത് വേണമെങ്കിലും നടക്കാം. ആ ഒരു മാച്ചിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, എന്ത് വെപ്പൺസ് വേണമെങ്കിലും എടുത്തുപയോഗിക്കാം. മിക്കവാറും കെൻഡോ സ്റ്റിക്കുകളുടെ ഒരു ആറാട്ട് തന്നെ ആ ഒരു മാച്ചിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു മാച്ചിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ തന്നെയായിരുന്നു കോഡി റോഡ്സ് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലാസ് നെറ്റ്ഫ്ലിക്സിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ റോക്ക് വന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസിന്റെ അതേ ഡിസൈനിലുള്ള ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേരും പറയുന്നുണ്ട് റോക്കിന്റെ ടീമിലേക്ക്, അതായത് കോർപ്പറേറ്റ് ചാമ്പ്യനിലേക്ക് കോഡി റോഡ്സ് മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു ഗ്ലാസ് മാത്രമല്ല, കോഡി റോഡ്സ് ഒരു വാച്ചും കൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാച്ച് ഒരു റോളക്സ് വാച്ച് ആയിരുന്നു. ഫൈനൽ ബോസ് റോക്കിന് കോഡി റോഡ്സ് റെസ്ൽമേനിയ 40 കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാച്ച് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വന്നതോടുകൂടി കോർപ്പറേറ്റ് ചാമ്പ്യനായിട്ട് കോഡി റോഡ്സ് മാറുന്നുണ്ടോ എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ജോൺസിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് റോക്കിന്റെ പേരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രോമോയിൽ, കോഡിയുടെ പ്രോമോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് വില്ലനായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമായിരിക്കും. ഇതിലും മികച്ചൊരു ടൈം കിട്ടാനില്ല. അതിൽ കോഡി റോഡ്സ് വില്ലനാവുകയും ജോൺ സീന ഫേസ് ക്യാരക്ടർ ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ജോൺ സീനയുടെ മാച്ചുകൾ കാണാൻ വേണ്ടി ഫാൻസുകൾ എല്ലാവരും തന്നെ അലയടിക്കും. കാരണം ജോൺ സീന ഹീൽ ക്യാരക്ടറിൽ നിന്നും ഫേസ് ക്യാരക്ടറിലേക്ക് മാറി ഫാൻ ഫേവറേറ്റ് ആയിട്ട് തൻ്റെ പഴയ മ്യൂസിക്
മ്യൂസിക്കിൽ ഓടി വന്ന് വില്ലന്മാർക്കെതിരെ മത്സരിക്കുന്നത് കാണാൻ വേണ്ടി കാണികൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രതീക്ഷ പോലെ തന്നെ ജോൺ സീനയുടെ ഒരു ഹീൽ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും കിട്ടി. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ റിട്ടയർമെന്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഒരു ഫേസ് ക്യാരക്ടറായിട്ട് ജോൺ സീന വരട്ടെ. അതുപോലെ കോഡി റോഡ്സ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോഡിക്ക് എപ്പോഴും ഇഷ്ടം ഒരു ഗുഡ് ഗായ് ആയിട്ട്, അതായത് ഒരു ഫേസ് ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ WWE പോലെയുള്ള ഒരു കമ്പനിയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കോഡിക്ക് അറിയാമെന്നുള്ളതും കോഡി പറയുകയുണ്ടായി. ഒരു കൂൾ ഹീലായിട്ട് തനിക്ക് വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതായത് ഇപ്പോൾ റോമൻ റെയിൻസും റോക്കെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് പോലെ തനിക്ക് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹീൽ ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പണ്ട് റാൻഡ് ചെയ്തതുപോലെ എല്ലാവരെയും വെറുപ്പിക്കുന്ന, എല്ലാവർക്കും പേടി തോന്നുന്ന ആ രീതിയിലുള്ള ഒരു ഹീൽ ക്യാരക്ടർ ചെയ്യാനാണ് തനിക്ക് താല്പര്യം എന്നുള്ളതും കൂടി, അതായത് ട്രൂ വില്ലനായിട്ട് നിൽക്കണമെന്നായിരുന്നു കോഡി പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ WWE എലിമിനേഷൻ ചാമ്പറിൽ ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കോഡി റോഡ്സിനെ വില്ലൻ ക്യാരക്ടർ ആക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ കോഡി റോഡ്സ് ആ ഒരു കാര്യം റിജക്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു ജോൺ സീനയ്ക്ക് ഇങ്ങനെയൊരു ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നതും ജോൺ സീന അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും നമുക്കെല്ലാവർക്കും സീനയുടെ വില്ലത്തരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതും. റെസൽമേനിയ 41 കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സിനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കോഡി തിരിച്ചു വന്നപ്പോൾ കോഡിക്ക് തന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ട്. കോഡി ആ ഒരു പഴയ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതും തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ വരെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സിനെ പെട്ടെന്ന് അതിൽ നിന്നും താഴേക്ക് ഇറക്കിയതുപോലെ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ച് ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് കോഡി വരികയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ കോഡി റോഡ്സ് കിങ് ഓഫ് ദി റിംഗ് വിജയിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു പ്രോമോയിൽ റാൻഡി ഓർട്ടോണെയും CM പങ്കിനെയും എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ മെൻഷൻ ചെയ്യുമ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിലായിരുന്നു അവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രോമോ കഴിഞ്ഞതിന് ശേഷം റാൻഡി കോഡി റോഡ്സിനെ വേറൊരു രീതിയിൽ നോക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മിക്കവാറും ഇവർ തമ്മിലുള്ള ഫ്യൂഡ് ഭാവിയിൽ വരാനുള്ള ചാൻസുകൾ ഞാൻ എന്തായാലും കാണുന്നുണ്ട്. പിന്നെ റാൻഡി ഓർട്ടോണെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന കോഡി റോഡ്സിന്റെ മാച്ചിൽ റാൻഡി ആ ടേൺ ബക്കിളിന്റെ മുകളിൽ മുഖമിടിപ്പിച്ചുകൊണ്ടായിരുന്നു കോഡി റോഡ്സ് മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ഹീൽ ടേണിന്റെ മുൻപേയുള്ള സൂചനകൾ തന്നെയാണ്. സമ്മർ സ്ലാമിലേക്ക് ഇവരുടെ മാച്ച് ഉറപ്പിക്കുന്ന സമയത്ത് കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ എന്ത് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും വേണ്ടില്ല തന്റെ ചാമ്പ്യൻഷിപ്പ് താൻ തിരിച്ചെടുത്തിരിക്കുമെന്നുള്ളത്. കോഡിക്ക് അത്രത്തോളം സങ്കടമായിട്ടുണ്ട്. കോഡി വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. എന്തായാലും സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ് ഹീൽ ആകുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന 2 ദിവസമുള്ള സമ്മർ സ്ലാമാണ്. രണ്ടാമത്തെ ദിവസത്തെ മെയിൻ ഇവന്റ് ആയിട്ട് തന്നെയായിരിക്കും കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള മാച്ച് നടക്കുക. ആ ഒരു മാച്ചിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ റോക്ക് വന്നുകൊണ്ട് ഈ ഒരു സ്റ്റോറി ലൈനിൽ വീണ്ടും ഇടപെടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ റോക്കിനെ ഇനിയും ഇടപെടുത്തരുത് എന്നാണ്. കോഡി റോഡ്സും ജോൺ സീനയും തമ്മിലുള്ള മാച്ച് അല്ലെങ്കിൽ അവരുടെ ഫ്യൂഡ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ, അവർ മാത്രം നടക്കട്ടെ, റോക്കൊന്നും ഇതിൽ വേണ്ട. ഇനി അതല്ല റോക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ചാമ്പർ കഴിഞ്ഞതിന് ശേഷം റോക്കിനെ മൈൻഡ് ചെയ്യാതെ ജോൺ സീന ഒറ്റയ്ക്ക് ഹീൽ ക്യാരക്ടറായിട്ട് നടന്നു എന്നെല്ലാം തന്നെ പറഞ്ഞ് റോക്ക് ജോൺ സീനയ്ക്കെതിരെ തിരിയുന്നതും റോക്കിന്റെ കൂടെ കോഡി റോഡ്സിനെ കൂട്ടുന്നതും അങ്ങനെയുള്ള സ്റ്റോറി ലൈൻ എല്ലാം തന്നെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ അതിനുശേഷവും റോക്ക് WWEയിലേക്ക് വരണം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവന്നതിൽ ഒരർത്ഥവും ഉണ്ടാകില്ല. ഒന്നെങ്കിൽ സമ്മർ സ്ലാമിൽ നടക്കുന്ന മാച്ചിൽ കോഡി റോഡ്സ് വിജയിച്ചുകൊണ്ട് ഹീൽ ചാമ്പ്യനായിട്ട് കോഡി റോഡ്സ് തുടരും. അതല്ല എന്നുണ്ടെങ്കിൽ ജോൺ സീന തന്നെ സമ്മർ സ്ലാമിൽ വിജയിക്കും. എന്നിട്ട് കോഡി റോഡ്സ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള 3ാമത്തെ അംഗം സർവൈവർ സീരീസിൽ നടക്കുകയും അതിലൊരു കിഡിലൻ മാച്ചിലൂടെ കോഡി റോഡ്സ് വിജയിച്ചുകൊണ്ട് വില്ലൻ ചാമ്പ്യനായിട്ട് തുടരുകയും ചെയ്യുന്ന ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കോഡി അത്രത്തോളം ഒരു വില്ലനായി കഴിഞ്ഞാൽ മാത്രമേ ജോൺ സീനയുടെ ഏറ്റവും അവസാനത്തെ ഫെയർവെൽ ടൂറിന്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങൾ നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയുള്ളൂ. ജോൺ സീന എങ്ങനെയെങ്കിലും ഇനിയും വിജയിക്കണം, ജോൺ സീന എങ്ങനെയെങ്കിലും കോഡിയെ തോൽപ്പിക്കണം എന്നുള്ളൊരു ആവേശം നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കോഡി റോഡ്സ് വില്ലനായേ തീരുകയുള്ളൂ. സീന ഫേസ് ക്യാരക്ടർ ആകുന്നതിന്റെ ഒരുപാട് സൂചനകൾ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കോഡി ഇപ്പോഴിതാ വില്ലനാവാൻ വേണ്ടി പോവുകയാണ്. WWE ക്രിയേറ്റീവ് മുഴുവൻ മാറാൻ വേണ്ടി പോവുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്നുള്ളത് കാണാൻ ഞാനും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. നല്ല സ്റ്റോറി ലൈനുകൾ WWEയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം സമ്മർ സ്ലാമിലെ ഇവരുടെ ഫേസ് ഓഫിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും സമ്മർ സ്ലാമിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നത്? ജോൺ സീന ആയിരിക്കുമോ അതോ കോഡി റോഡ്സ് ആയിരിക്കുമോ?